ഹലോ, ഞാൻ ഡാനിയലച്ചൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ. നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ്. ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിച്ച് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ആ കഥയിൽ വായനക്കാരായ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് ദിവസം 62. ഇന്നത്തെ വചന പാരായണത്തിൻ്റെ ഭാഗങ്ങൾ: സംഖ്യയുടെ പുസ്തകം അധ്യായങ്ങൾ 12ഉം 13, നിയമാവർത്തന പുസ്തകം അധ്യായം 11, സങ്കീർത്തനങ്ങൾ 94. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. സംഖ്യ അധ്യായം 12. മിരിയാം ശിക്ഷിക്കപ്പെടുന്നു. മോശ ഒരു കുഷ് ദേശക്കാരിയെ ഭാര്യയായി സ്വീകരിച്ചിരുന്നു. തന്മൂലം മിരിയാമും അഹറോനും അവൻ സ്വീകരിച്ച കുഷ്യ സ്ത്രീയുടെ കാര്യത്തിൽ അവനെതിരായി സംസാരിച്ചു. അവർ ചോദിച്ചു, മോശ വഴി മാത്രമാണോ കർത്താവ് യഥാർത്ഥത്തിൽ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെയും അവിടുന്ന് സംസാരിച്ചിട്ടില്ലേ? കർത്താവ് അത് കേട്ടു. മോശ എന്ന വ്യക്തി ഭൂമുഖത്തുള്ള ഏതു മനുഷ്യനേക്കാളും വളരെ സൗമ്യനായിരുന്നു. കർത്താവ് ഉടൻ തന്നെ മോശയോടും അഹറോനോടും മിരിയാമിനോടും പറഞ്ഞു, നിങ്ങൾ മൂവരും സമാഗമ കൂടാരത്തിലേക്ക് പുറപ്പെടുവിൻ. അവർ മൂവരും പുറപ്പെട്ടു. കർത്താവ് മേഘസ്തംഭത്തിലിറങ്ങി കൂടാരവാതിൽക്കൽ നിന്നിട്ട് അഹറോനെയും മിരിയാമിനെയും വിളിച്ചു. അവർ ഇരുവരും മുന്നോട്ട് ചെന്നു. അവിടുന്ന് അരുൾ ചെയ്തു, എൻ്റെ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾക്കൊരു പ്രവാചകനുണ്ടെങ്കിൽ കർത്താവായ ഞാൻ ദർശനത്തിൽ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. സ്വപ്നത്തിൽ അവനുമായി സംസാരിക്കുകയും ചെയ്യും. എൻ്റെ ദാസനായ മോശ അങ്ങനെയല്ല. എൻ്റെ ഭവനം മുഴുവനിലും അവൻ വിശ്വസ്തനാണ്. ഞാൻ അവനുമായി മുഖാമുഖം സംസാരിക്കുന്നു, നേരിട്ടും നിഗൂഢതകളില്ലാതെയും. അവൻ കർത്താവിൻ്റെ സ്വരൂപം ദർശിക്കുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ എൻ്റെ ദാസനെതിരായി, മോശയ്ക്കെതിരായി സംസാരിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ടില്ല? കർത്താവിൻ്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചപ്പോൾ അവിടുന്ന് അവരെ വിട്ടുപോയി. കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന് മേഘം മാറിയപ്പോൾ ഇതാ മിരിയാം കുഷ്ഠം ബാധിച്ച് മഞ്ഞുപോലെയായിരിക്കുന്നു. അഹറോൻ മിരിയാമിന് നേരെ തിരിഞ്ഞപ്പോൾ അതാ അവൾ കുഷ്ഠബാധിതയായിരിക്കുന്നു. അപ്പോൾ അഹറോൻ മോശയോട് പറഞ്ഞു, എൻ്റെ പ്രഭോ, ഞങ്ങൾ ബുദ്ധിഹീനത കാട്ടിയും പാപം ചെയ്തും ഉളവായ കുറ്റം ഞങ്ങളുടെ മേൽ ദയവായി ചുമത്തരുതേ. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ സ്വശരീരം പകുതി ജീർണിച്ച ചാപിള്ള പോലെ ഇവൾ ആകാതിരിക്കണമേ. മോശ കർത്താവിൻ്റെ പക്കൽ ഇപ്രകാരം നിലവിളിച്ചു, ദൈവമേ, ദയ ചെയ്ത് അവളെ സുഖപ്പെടുത്തണമേ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയാൽ അവൾ 7 ദിവസത്തേക്ക് അവഹേളിതയാകില്ലേ? 7 ദിവസം അവൾ പാളയത്തിന് പുറത്ത് മാറി നിൽക്കട്ടെ. അതിനുശേഷം അവൾ കൂട്ടത്തിൽ ചേരട്ടെ. അങ്ങനെ മിരിയാം 7 ദിവസത്തേക്ക് പാളയത്തിന് പുറത്ത് മാറി നിന്നു. മിരിയാം കൂട്ടത്തിൽ ചേരുന്നതുവരെ ജനം നീങ്ങിയില്ല. അതിനുശേഷം ജനം ഹസേറോത്തിൽ നിന്ന് നീങ്ങി പാരാൻ മരുഭൂമിയിൽ തങ്ങി. സംഖ്യ അധ്യായം 13. കാനാൻ ദേശം ഉറ്റുനോക്കുന്നു. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, ഞാൻ ഇസ്രായേല്യർക്ക് നൽകുന്ന കാനാൻ ദേശം ഒറ്റുനോക്കാൻ ആളുകളെ അയക്കുക. അവനവൻ്റെ പിതൃഗോത്രത്തിൽ നിന്ന് ഒരാളെന്ന കണക്കിൽ അവരിലെ ഓരോ നേതാവിനെയും നിങ്ങൾ അയക്കണം. കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പാരാൻ മരുഭൂമിയിൽ നിന്ന് മോശ അവരെ അയച്ചു. അവരെല്ലാവരും ഇസ്രായേല്യരുടെ തലവന്മാരായ പുരുഷന്മാരായിരുന്നു. ഇവയാണ് അവരുടെ പേരുകൾ: റൂബൻ ഗോത്രത്തിന് സക്കൂറിൻ്റെ മകൻ ഷമ്മുവ, ശിമയോൻ ഗോത്രത്തിന് ഹോറിയുടെ മകൻ ഷാഫാത്ത്, യൂദാ ഗോത്രത്തിന് യഫുന്നയുടെ മകൻ കാലെബ്, ഇസാഖർ ഗോത്രത്തിന് ജോസഫിൻ്റെ മകൻ ഈഗാൽ, എഫ്രായിം ഗോത്രത്തിന് നൂനിൻ്റെ മകൻ ഹോഷയ, ബെഞ്ചമിൻ ഗോത്രത്തിന് റാഫുവിൻ്റെ മകൻ പൽത്തി, സെബുലൂൻ ഗോത്രത്തിന് സോദിയുടെ മകൻ ഗദ്ദിയേൽ, ജോസഫിൻ്റെ ഗോത്രത്തിന്, അതായത് മനാസെ ഗോത്രത്തിന് സൂസിയുടെ മകൻ ഗദ്ദി, ദാൻ ഗോത്രത്തിന് ഗമല്ലിയുടെ മകൻ അമ്മിയേൽ, ആഷേർ ഗോത്രത്തിന് മീഖായേലിൻ്റെ മകൻ സെത്തൂർ, നഫ്താലി ഗോത്രത്തിന് ഓഫെസിയുടെ മകൻ നഹ്ബി, ഗാദ് ഗോത്രത്തിന് മാക്കിയുടെ മകൻ ഗവുവേൽ. ദേശം ഒറ്റുനോക്കാൻ മോശ അയച്ച ആളുകളുടെ പേരുകളാണിവ. നൂനിൻ്റെ മകൻ ഹോഷയായെ മോശ ജോഷുവ എന്ന് വിളിച്ചു. കാനാൻ ദേശം ഒറ്റുനോക്കാൻ മോശ അവരെ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ നെഗബിൽ ചെന്നിട്ട് മല കയറുവിൻ.
നിങ്ങൾ ആ നാട് എങ്ങനെയുള്ളതാണെന്നും അതിൽ വസിക്കുന്ന ജനം പ്രബലമാണോ ദുർബലമാണോ, അവർ എണ്ണത്തിൽ കുറവാണോ കൂടുതലാണോ എന്നും നിരീക്ഷിക്കണം. അവർ വസിക്കുന്ന നാട് എങ്ങനെയുള്ളതാണ്, അത് നല്ലതോ ചീത്തയോ? നഗരങ്ങൾ എങ്ങനെയുള്ളത്, അവയിൽ അവർ വസിക്കുന്നത് പാളയങ്ങളിലോ മതിൽക്കെട്ടുകൾക്കുള്ളിലോ? ഭൂമി എങ്ങനെയുള്ളതാണ്, പുഷ്ടിയുള്ളതോ തരിശോ, അതിൽ വൃക്ഷമുണ്ടോ ഇല്ലയോ എന്നും നിങ്ങൾ ഉറപ്പുവരുത്തണം. നാടിൻ്റെ കുറച്ച് ഫലമെടുക്കുകയും വേണം. ആ ദിവസങ്ങൾ മുന്തിരിയുടെ ആദ്യഫലങ്ങളുടെ കാലമായിരുന്നു. അവർ കയറിച്ചെന്ന് സീൻ മരുഭൂമി മുതൽ ഹമാത്തിന് പോകാനുള്ള റഹോബ് വരെയുള്ള പ്രദേശം ഒറ്റുനോക്കി. അവർ നെഗബിൽ കയറിച്ചെന്ന് ഹെബ്രോൻ വരെ എത്തി. അനാക്ക് ജാതന്മാരായ അഹിമാൻ, ഷേഷായി, തൽമായി എന്നിവർ അവിടെയുണ്ടായിരുന്നു. ഈജിപ്തിലെ സോവാനിനേക്കാൾ 7 വർഷം മുമ്പേ പണിയപ്പെട്ടതാണ് ഹെബ്രോൻ. അവർ എഷ്കോൾ താഴ്വര വരെ ചെന്നു. അവിടെ നിന്ന് ഒരു മുന്തിരിക്കൊമ്പും മുന്തിരിക്കുലയും മുറിച്ചെടുത്ത് 2 പേരെ കൊണ്ട് തണ്ടിന്മേൽ അത് വഹിപ്പിച്ചു. ഒപ്പം കുറെ മാതളപ്പഴവും കുറെ അത്തിപ്പഴവും. അവിടെ നിന്ന് ഇസ്രായേല്യർ മുറിച്ചെടുത്ത മുന്തിരിക്കുലയെ ആധാരമാക്കി ആ സ്ഥലത്തെ നഹൽ എഷ്കോൾ എന്ന് വിളിച്ചു. 40 ദിവസത്തിനുള്ളിൽ ദേശം ഒറ്റുനോക്കിയിട്ട് അവർ മടങ്ങി. അവർ യാത്ര ചെയ്ത് പാരാൻ മരുഭൂമിയിലുള്ള കാദേശിൽ മോശയുടെയും അഹറോന്റെയും ഇസ്രായേൽ സമൂഹം മുഴുവൻ്റെയും അടുത്തെത്തി അവരെയും സമൂഹം മുഴുവനെയും വിവരമറിയിച്ചു. ആ ദേശത്തെ ഫലം അവരെ കാണിക്കുകയും ചെയ്തു. അവർ അവനോട് വിവരിച്ചു പറഞ്ഞു, നീ ഞങ്ങളെ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു. പാലും തേനും ഒഴുകുന്നത് തന്നെയാണത്. ഇതാണ് അവിടുത്തെ ഫലം. എന്നിരിക്കലും ആ നാട്ടിൽ വസിക്കുന്ന ജനം പ്രബലരാണ്. വളരെ വലിയ പട്ടണങ്ങൾ ചെങ്കുത്തായവയാണ്. മാത്രമല്ല അനാക്ക് ജാതരെയും ഞങ്ങൾ അവിടെ കണ്ടു. അമലേക്കർ ദക്ഷിണദേശത്ത് താമസിക്കുന്നു. ഹിത്യരും ജബൂസ്യരും അമോര്യരും മലയിൽ പാർക്കുന്നു. കാനാന്യർ കടലോരത്തും ജോർദാൻ പരിസരത്തുമായി വസിക്കുന്നു. അപ്പോൾ മോശയോട് കൂടെയുണ്ടായിരുന്ന ജനത്തെ നിശബ്ദമാക്കിയിട്ട് കാലേബ് പറഞ്ഞു, നമുക്കുടനെ കയറിച്ചെന്ന് അത് കൈവശപ്പെടുത്താം. കാരണം തീർച്ചയായും നമുക്കതിന് കഴിയും. എന്നാൽ അവനോടുകൂടെ കയറിച്ചെന്ന ആളുകൾ പറഞ്ഞു, ആ ജനത്തിൻ്റെ പക്കൽ കയറിപ്പറ്റാൻ നമുക്കാവില്ല. കാരണം അത് നമ്മെക്കാൾ പ്രബലമാണ്. തങ്ങൾ ഉറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേല്യരുടെ പക്കൽ ഇപ്രകാരം അപവാദം പ്രചരിപ്പിച്ചു: ഞങ്ങൾ ഉറ്റുനോക്കാനായി കടന്നു ചെന്ന ആ ദേശം അതിനെ വസതിയാക്കാൻ എത്തുന്നവരെ വിഴുങ്ങിക്കളയുന്ന ഒരു നാടാണ്. അതിനുള്ളിൽ ഞങ്ങൾ കണ്ട ജനം മുഴുവനും രാക്ഷസന്മാർ. അവിടെ ഞങ്ങൾ നെഫീൽ വർഗത്തിൽപ്പെട്ട അനാക്കിൻ്റെ മക്കളായ നെഫീലുകളെ കണ്ടു. ഞങ്ങളുടെ ദൃഷ്ടികളിൽ ഞങ്ങൾ വിട്ടിലുകളെപ്പോലെയായിരുന്നു. അവരുടെ ദൃഷ്ടികളിലും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. നിയമാവർത്തനം അധ്യായം 11. ഇസ്രായേലിൻ്റെ നേരറിവുകൾ. എക്കാലവും നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കുകയും അവിടുത്തെ നിർദ്ദേശങ്ങളും ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുകയും ചെയ്യണം. തീർച്ചയായും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ശിക്ഷണം അറിഞ്ഞിട്ടില്ലാത്തവരും കണ്ടിട്ടില്ലാത്തവരുമായ നിങ്ങളുടെ മക്കളെയല്ല ഇന്ന് നിങ്ങൾ അറിയുന്നത്. പ്രത്യുത അവിടുത്തെ മഹിമയും ശക്തമായ കരവും നീട്ടിയ ഭുജവും ഈജിപ്തുകാർക്കിടയിൽ ഈജിപ്ത് രാജാവായ ഫറവോയോടും അവൻ്റെ സകല ദേശത്തോടും അവിടുന്ന് പ്രവർത്തിച്ച അവിടുത്തെ അടയാളങ്ങളും കൃത്യങ്ങളും ഈജിപ്ത് സൈന്യത്തോടും അതിൻ്റെ കുതിരകളോടും രഥത്തോടും അവിടുന്ന് പ്രവർത്തിച്ചതും നിങ്ങളുടെ പിന്നാലെ അവർ പാഞ്ഞെത്തിയപ്പോൾ ചെങ്കടൽ ജലം അവരുടെ മേലൊഴുക്കിയതും ഈ ദിനം വരെ കർത്താവ് അവരെ നശിപ്പിച്ചതും ഈ സ്ഥലം വരെ നിങ്ങൾ വന്നെത്തുവോളം മരുഭൂമിയിൽ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതും റൂബന്യനായ ഏലിയാബിൻ്റെ പുത്രന്മാരായ ദാത്താനോടും അബീറാമിനോടും അവിടുന്ന് ചെയ്തതും ഇസ്രായേൽ മുഴുവൻ്റെയും മധ്യേ വെച്ച് ഭൂമി വാപിളർന്നവരെയും അവരുടെ കുടുംബങ്ങളെയും കൂടാരങ്ങളെയും വിഴുങ്ങിയതും ഇസ്രായേൽ മുഴുവനും മധ്യേ അതത് ഘട്ടങ്ങളിൽ സംഭവിച്ചത് ഓരോന്നുമാണ് നിങ്ങൾ അറിയുന്നത്. എന്തെന്നാൽ കർത്താവ് ചെയ്തിട്ടുള്ള മഹനീയ കൃത്യമെല്ലാം കാണുന്നവയാണ് നിങ്ങളുടെ കണ്ണുകൾ. കൽപ്പനയും അനുഗ്രഹവും. ഞാൻ ഇന്ന് നിന്നെ അനുശാസിക്കുന്ന ഓരോ കൽപ്പനയും നിങ്ങൾ പാലിക്കേണ്ടത് നിങ്ങൾ ശക്തി പ്രാപിക്കാൻ വേണ്ടിയും സ്വന്തമാക്കാനായി നിങ്ങൾ കടന്നു ചെല്ലുന്ന ദേശം അവിടെ ചെന്ന് കൈവശമാക്കാൻ വേണ്ടിയും നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതിക്കും നൽകാനായി കർത്താവ് ശപഥം ചെയ്ത പാലും തേനും ഒഴുകുന്ന ആ ഭൂമിയിൽ നിങ്ങൾ ആയുസ് ദീർഘിപ്പിക്കാൻ വേണ്ടിയുമാണ്. നീ കൈവശമാക്കാൻ പോകുന്നിടത്തെ നാട് തീർച്ചയായും നിങ്ങൾ പുറപ്പെട്ട ഇടത്തെ ഈജിപ്ത് നാട് പോലെയല്ല. അവിടെ വിത്ത് വിതച്ചതിന് ശേഷം നീ നടന്ന് ഒരു പച്ചക്കറിത്തോട്ടം പോലെ നനയ്ക്കേണ്ടിയിരുന്നു. എന്നാൽ നിങ്ങൾ കൈവശമാക്കാനായി കടന്നു ചെല്ലുന്നിടത്തെ നാട് കുന്നുകളുടെയും താഴ്വാരങ്ങളുടെയും നാടാണ്. ആകാശവൃഷ്ടിയിൽ നിന്നാണ് അത് ജലപാനം ചെയ്യുന്നത്. നിന്റെ ദൈവമായ കർത്താവ് സദാ അഭിലഷിക്കുന്ന ദേശമാണത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കണ്ണുകൾ അതിൽ വർഷാരംഭം മുതൽ വർഷാവസാനം വരെ എപ്പോഴുമുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കാനും
അവിടുത്തെ സേവിക്കാനുമായി ഇന്ന് ഞാൻ നിങ്ങളെ അനുശാസിക്കുന്ന എൻ്റെ കൽപ്പനകൾ സശ്രദ്ധം നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങളുടെ ഭൂമിക്ക് ആവശ്യമായ മഴ ശരത്കാല വൃഷ്ടിയായും വസന്തകാല വൃഷ്ടിയായും യഥാസമയം ഞാൻ നൽകും. നീ നിന്റെ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കുകയും ചെയ്യും. ഞാൻ നിന്റെ വയലിൽ നിന്റെ മൃഗഗണത്തിനായി പുല്ല് പ്രദാനം ചെയ്യും. അങ്ങനെ നീ ഭക്ഷിച്ച് സംതൃപ്തി അടയും. നിങ്ങളുടെ ഹൃദയം മൂഢമാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലാത്തപക്ഷം നിങ്ങൾ വഴിതെറ്റി അന്യദേവന്മാരെ സേവിക്കുകയും അവയ്ക്ക് ആരാധന അർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കെതിരായി കർത്താവിൻ്റെ കോപം ജ്വലിക്കും. മഴയുണ്ടാകാത്ത വിധം അവിടുന്ന് ആകാശമടയ്ക്കും. ഭൂമി അതിൻ്റെ ഉൽപ്പന്നം തരികയുമില്ല. അങ്ങനെ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന വിശിഷ്ടദേശത്ത് നിന്ന് നിങ്ങൾ പൊടുന്നനെ നശിച്ചു പോകും. ആകയാൽ എൻ്റെ ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലും നിക്ഷേപിക്കുവിൻ. അവ ഒരടയാളമായി നിങ്ങളുടെ കൈയോട് ചേർത്ത് ബന്ധിക്കണം. പട്ടകളായി നിങ്ങളുടെ തിരുനെറ്റിയിലുണ്ടായിരിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും വഴിയിൽ ചരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവ സംസാര വിഷയമാക്കാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നിന്റെ വീടിൻ്റെ കട്ടിളക്കാലുകളിന്മേലും പടിവാതിലുകളിലും അവ നീ രേഖപ്പെടുത്തണം. അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് അവരോട് കർത്താവ് ശപഥം ചെയ്ത നാട്ടിൽ നിങ്ങളുടെ ദിനങ്ങളും നിങ്ങളുടെ മക്കളുടെ ദിനങ്ങളും ഭൂമിക്ക് മുകളിൽ ആകാശത്തിൻ്റെ ദിനങ്ങൾ പോലെ പെരുകാനിടയാകും. നിങ്ങൾ അനുവർത്തിക്കാനായി ഞാൻ അനുശാസിക്കുന്ന ഈ കൽപ്പനയോരോന്നും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കാനും അവിടുത്തെ എല്ലാ മാർഗങ്ങളിലും ചരിക്കാനും അവിടുത്തോട് ചേർന്ന് നിൽക്കാനുമായി നിങ്ങൾ സശ്രദ്ധം പാലിച്ചാൽ കർത്താവ് ഈ ജനതകളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒഴിപ്പിക്കും. നിങ്ങളാകട്ടെ നിങ്ങളെക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിഷ്കാസനം ചെയ്യും. നിങ്ങൾ കാൽപാദം ഊന്നുന്ന സ്ഥലമെല്ലാം നിങ്ങളുടേതായിരിക്കും. മരുഭൂമിയും ലെബനോനും മുതൽ യൂഫ്രട്ടീസ് നദി മുതൽ പശ്ചിമ സമുദ്രം വരെ നിങ്ങളുടെ അതിർത്തിയായിരിക്കും. നിങ്ങളുടെ മുമ്പിൽ ആരും നിലയുറപ്പിക്കുകയില്ല. നിങ്ങൾ പാതയാക്കുന്നിടത്തെ ഭൂമുഖമാകെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെക്കുറിച്ച് പരിഭ്രമവും ഭയവും സംജാതമാക്കും. അവിടുന്ന് നിങ്ങളോട് അരുൾ ചെയ്തിട്ടുള്ളതുപോലെ തന്നെ. അനുഗ്രഹവും ശാപവും. നോക്കൂ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വെക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ അനുശാസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ അനുഗ്രഹം. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരുടെ പുറകെ പോകാനായി ഞാൻ ഇന്ന് നിങ്ങളെ അനുശാസിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നെങ്കിൽ ശാപം. നീ കൈവശമാക്കാൻ പോകുന്നിടത്തെ ദേശത്തേക്ക് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ പ്രവേശിപ്പിക്കുമ്പോൾ ഗെരിസീം മലയിൽ നീ അനുഗ്രഹം സ്ഥാപിക്കണം, ഏബാൽ മലയിൽ ശാപവും. അവ സൂര്യൻ അസ്തമിക്കുന്ന ദിശയിൽ ഗിൽഗാലിനെതിരെ മോറയിലെ ഓക്കുമരങ്ങൾക്കടുത്ത് അറാബായിൽ വസിക്കുന്ന കാനാൻകാരുടെ ദേശത്ത് ജോർദാന്റെ മറുകരയല്ലേ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശം കൈവശമാക്കാൻ പോകുന്നതിനായി നിങ്ങൾ ജോർദാൻ കടക്കുകയാണല്ലോ. അത് നിങ്ങൾ കൈവശപ്പെടുത്തുകയും അതിൽ വസിക്കുകയും ചെയ്യും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന എല്ലാ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും അനുവർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. സങ്കീർത്തനങ്ങൾ 94. ദൈവം വിധികർത്താവ്. പ്രതികാരത്തിൻ്റെ തമ്പുരാനായ കർത്താവേ, പ്രതികാരത്തിൻ്റെ തമ്പുരാനെ പ്രശോഭിക്കണമേ. ഭൂമിയുടെ വിധികർത്താവേ, ആരോഹിതനാകണമേ. അഹങ്കാരികൾക്ക് തക്ക ശിക്ഷ നൽകണമേ. കർത്താവേ, ദുഷ്ടർ എത്ര നാൾ ആഹ്ലാദിക്കും? അവർ വായാടികളാണ്, വങ്കത്വം സംസാരിക്കുന്നു, ദുഷ്കർമ്മികളെല്ലാം വീമ്പിളക്കുന്നു. കർത്താവെ, അവർ അങ്ങയുടെ ജനത്തെ ഞെരിക്കുന്നു, അങ്ങയുടെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. അവർ വിധവയെയും പരദേശിയെയും വധിക്കുന്നു, അനാഥരെ നിഗ്രഹിക്കുന്നു. അവർ പറയുന്നു, കർത്തൻ കാണുന്നില്ല, യാക്കോബിൻ്റെ ദൈവം ഗ്രഹിക്കുന്നില്ല. ജനത്തിനിടയിലെ ഭോഷരെ ഗ്രഹിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരെ, എപ്പോൾ നിങ്ങൾക്ക് ബോധമുദിക്കും? ചെവി പിടിപ്പിച്ചവൻ കേൾക്കാതിരിക്കുമോ? അഥവാ കണ്ണുമെനഞ്ഞവൻ കാണാതിരിക്കുമോ? ജനതകളെ പരിശീലിപ്പിക്കുന്നവൻ ശാസിക്കുകയില്ലെന്നോ? അവൻ മനുഷ്യന് അറിവ് പകരുന്നവനല്ലേ? കർത്താവ് മനുഷ്യൻ്റെ പദ്ധതികൾ അറിയുന്നു, അവർ ഒരു ശ്വാസമാണല്ലോ. മാനവൻ ഭാഗ്യവാൻ, കർത്തനെ അവനെ അങ്ങ് പരിശീലിപ്പിക്കുകയും അങ്ങേ നിയമം അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നത്. ദുഷ്ടനു വേണ്ടി കുഴി കുഴിക്കപ്പെടും വരെ അവനെ കഷ്ടകാലങ്ങളിൽ നിന്ന് സ്വസ്ഥനാക്കേണ്ടതിനാണ്. എന്തെന്നാൽ കർത്താവ് സ്വജനത്തെ പരിത്യജിക്കുകയില്ല, സ്വന്തം അവകാശം ഉപേക്ഷിക്കുകയുമില്ല. തീർച്ചയായും ന്യായവിധി നീതിയോളം തിരികെയെത്തും. പരമാർത്ഥ ഹൃദയരെല്ലാം അതിൻ്റെ പിന്നാലെയുണ്ടാകും. ദുർവൃത്തരോടൊപ്പം ആരെന്നോട് എതിരിടും? ദുഷ്കർമ്മികളോടൊപ്പം ആരെന്നോട് ചെറുത്തു നിൽക്കും? കർത്താവ് എനിക്ക് സഹായത്തിനില്ലായിരുന്നെങ്കിൽ എൻ്റെ ആത്മാവ് ക്ഷണത്തിൽ മൂകലോകവാസിയാകുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ, കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തും. എൻ്റെ ഉള്ളിൽ ആകുലതകൾ പെരുകുമ്പോൾ അങ്ങേ സാന്ത്വനങ്ങൾ എൻ്റെ ആത്മാവിനെ ഉന്മേഷഭരിതമാക്കുന്നു.
ചട്ടവിരുദ്ധമായി ഉപദ്രവം മെനയുന്ന മാരണങ്ങളുടെ സിംഹാസനത്തിന് അങ്ങയോട് സഖ്യം ചെയ്യാനാകുമോ? നീതിമാന്റെ ആത്മാവിനെതിരായി അവർ ഒത്തുചേരുന്നു, നിഷ്കളങ്ക രക്തത്തെ അവർ കുറ്റം വിധിക്കുന്നു. എന്നാൽ കർത്താവ് എനിക്ക് കോട്ടയായി തീർന്നിരിക്കുന്നു, എൻ്റെ ദൈവം എൻ്റെ അഭയമായ പാറയും. അവിടുന്ന് അവരുടെ ദോഷം അവർക്കെതിരെ തിരിച്ച് അവരുടെ ദുഷ്ടത മൂലം അവരെ നിർമ്മാർജ്ജനം ചെയ്യും. നമ്മുടെ ദൈവമായ കർത്താവ് അവരെ നിർമ്മാർജ്ജനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, 62-ാമത്തെ ദിവസത്തിലേക്ക് കടന്നു വരാനും ഈ വചന വായനയിൽ പങ്കെടുക്കാനും ദൈവം തരുന്ന വലിയ കൃപയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിൽ സജീവമായ ഒരു ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സീനായിൽ നിന്ന് പുറപ്പെട്ട് വെറും 3 ദിവസങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില പരാജയങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. 2 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു: തവേറായും കിബ്രോത്ത് ഹത്താവയും. ഇതിനുശേഷം ഉണ്ടാകുന്ന, അതായത് സീനായിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന 3-ാമത്തെ ഒരു ക്രൈസിസാണ് മോശയുടെ സഹോദരിയായ മിറിയാമിൻ്റെയും മോശയുടെ സഹോദരനായ അഹറോൻ്റെയും മോശയ്ക്ക് നേരെയുള്ള അസൂയയും അവർ മോശയുടെ അധികാരത്തിന് നേരെ പ്രകടിപ്പിക്കുന്ന കലഹവും. അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കും എന്ന വചനം പോലെ മിരിയാം കുഷ്ഠരോഗം ബാധിച്ച് പാളയത്തിന് പുറത്തേക്ക് പോകേണ്ടി വരുന്നു. അഹറോൻ കാര്യത്തിൻ്റെ ഗൗരവം തിരിച്ചറിയുകയും എത്രമാത്രം ദൈവം മോശയെ വിലമതിക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ അനുതപിച്ച് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. മിരിയാമിന് കുഷ്ഠം പിടികൂടുമ്പോൾ അഹറോൻ എന്തുകൊണ്ട് സ്പെയർ ചെയ്യപ്പെട്ടു എന്ന ഒരു സംശയമുണ്ടാവാം. അഹറോൻ പ്രധാന പുരോഹിതനായിരുന്നത് കൊണ്ടും പുരോഹിത ശുശ്രൂഷ നിർവഹിക്കാൻ കൂടാരത്തിൽ കയറേണ്ടിയിരുന്നത് കൊണ്ടുമാവണം അഹറോനെ കുഷ്ഠം ബാധിക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അഹറോൻ മോശയെ ഇവിടെ വിളിക്കുന്നത് പ്രഭോ എന്നാണ്. പ്രഭോ എന്ന് മോശയെ വിളിച്ച് മോശയുടെ അധികാരത്തെ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളിലും ഉള്ളതുപോലെ തന്നെ മോശയുടെ മാധ്യസ്ഥം ഇവിടെയും ഉണ്ടാകുന്നു. മോശയുടെ മാധ്യസ്ഥം മൂലം മിരിയാം ഒരാഴ്ച കഴിഞ്ഞ് സുഖപ്പെടുകയും ചെയ്യുന്നു. ദൈവത്താൽ സ്ഥാപിതമായ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതും വെല്ലുവിളിക്കുന്നതും ദൈവത്തിനെതിരായ വെല്ലുവിളിയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ജനത്തിനിടയിൽ ഉണ്ടായ പിറുപിറുപ്പ് മൂലം പാളയത്തിൻ്റെ അതിരുകളിലേക്ക് വ്യാപിച്ച കലഹത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ഒരഗ്നി ഇപ്പോൾ ഈ ക്യാൻസർ നേതൃത്വത്തിലേക്കും പടരുന്ന ഭയാനകമായ ഒരു കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഇസ്രായേൽ എത്രമാത്രം ആഴത്തിൽ ദുഷിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു റിമൈൻഡർ കൂടിയാണ് ഈ സംഭവം. വാഗ്ദത്ത നാടിൻ്റെ അതിർത്തിയോട് അവർ അടുക്കുകയാണ്. 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോരുത്തരും, അതായത് ആകെ 12 പേർ ദേശം ഒറ്റുനോക്കാനായി മോശയാൽ അയക്കപ്പെടുന്നു. അവർ തിരികെ വന്ന് നാട് നല്ലതാണെന്നും ഫലപുഷ്ടിയുള്ളതാണെന്നും ഒരു വാർത്ത ജനത്തെ അറിയിക്കുന്നു. പക്ഷേ അവരൊരു അപവാദം, അവരൊരു തെറ്റായ ഇൻഫർമേഷൻ ജനത്തിന് നൽകുന്നുണ്ട്. മല്ലന്മാരായ നെഫിലീമുകൾ, അനാക്കിൻ്റെ മക്കൾ, ഞങ്ങളവരെ കണ്ടെന്നും അവരുടെ മുമ്പിൽ നമ്മൾ വിട്ടിലുകളെ പോലെയാണെന്നും അവർ നമ്മളെ വിഴുങ്ങിക്കളയുമെന്നും. ഈ ദേശം ഒറ്റുനോക്കാൻ പോയവരിൽ 10 പേർ, അതായത് എഫ്രായിം ഗോത്രത്തിൽ നിന്ന് അയക്കപ്പെട്ട ജോഷുവായും യൂദാ ഗോത്രത്തിൽ നിന്ന് അയക്കപ്പെട്ട കാലേബും ഒഴികെയുള്ള 10 പേർ തെറ്റായ ഒരു വാർത്ത ജനത്തെ അറിയിക്കുന്നു. എന്നാൽ ജോഷുവായും കാലേബും ശരിയായ ഒരു വാർത്ത കൊടുക്കുന്നു. ആ ജനം നമ്മുടെ മുമ്പിൽ കീഴടങ്ങും എന്ന വാർത്തയാണ് അവർ നൽകുന്നത്. എന്നാൽ ജോഷുവായുടെയും കാലേബിൻ്റെയും വാക്കുകളെക്കാൾ ജനം വിലമതിക്കുന്നത് 10 ഗോത്രത്തലവന്മാർ പകർന്നുകൊടുത്ത തെറ്റായ അറിവിനെയാണ്. തൊട്ടുമുമ്പ് നമ്മൾ ചർച്ച ചെയ്ത മിരിയാമിൻ്റെ ശരീരത്തിൽ പടർന്ന കുഷ്ഠം പോലെ അവിശ്വാസത്തിൻ്റെ കുഷ്ഠം ഈ 10 നേതാക്കന്മാരിൽ നിന്ന് ജനം മുഴുവനിലേക്കും പടരുന്ന വളരെ വേദനാജനകമായ ഒരു രംഗത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ഈ ജനം പഴയതെല്ലാം മറക്കുകയാണ്. തങ്ങളുടെ ദൈവം സർവശക്തനാണ് എന്ന പരമാർത്ഥം മറക്കുകയാണ്. പ്രതാപവാനായിരുന്ന ഫറവോയുടെ ആർക്കും പ്രതിരോധിക്കാനോ തകർക്കാനോ കഴിയാത്ത അജയ്യ ശക്തിയായിരുന്ന ഈജിപ്ത് എന്നൊരു സാമ്രാജ്യത്തോട് എപ്രകാരമാണ് ദൈവം തൻ്റെ കരുത്തുറ്റ കരം നീട്ടി പ്രവർത്തിച്ചതെന്നും എത്ര നിസാരത്തിലാണ് ദൈവം അവരെ ആ ശക്തമായ പൈശാചിക ആധിപത്യത്തിൻ്റെ ആ നുകം തകർത്ത് വെളിയിലേക്ക് കൊണ്ടുവരുന്നതെന്നും അതിനുവേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തികളുടെ ബാഹുല്യം എത്ര അധികമായിരുന്നുവെന്നൊക്കെ അവർ പെട്ടെന്ന് മറന്നു പോവുകയാണ്. അവിശ്വാസത്തിൻ്റെ ഒരു കാരണം, അത് ഇസ്രായേലിൻ്റെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും, നമ്മൾ ദൈവശക്തിയെ അവിശ്വസിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ദൈവം എപ്രകാരം നമ്മുടെ ജീവിതത്തെ വിമോചിപ്പിച്ചെന്നും താങ്ങി നിർത്തിയെന്നും സംരക്ഷിച്ചുവെന്നും കരുതിയെന്നും ഒക്കെയുള്ള ഓർമ്മകൾ നഷ്ടപ്പെടുന്നതാണ്, മറവിയുണ്ടാകുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെ ദൈവം കൈപിടിച്ച് നയിച്ചു എന്ന
കാര്യങ്ങൾ മറന്നു പോകുന്നതാണ് അവിശ്വാസത്തിൻ്റെ ഒരു കാരണം. അതുകൊണ്ടാണ് നിയമാവർത്തനം 11 മോശയിലൂടെ ദൈവം സംസാരിക്കുന്നത്, ദൈവം നിങ്ങൾക്ക് ചെയ്തു തന്ന ഒരു കാര്യവും മറന്നു പോകരുത് എന്ന്. എങ്ങനെ ദൈവം വഴി നടത്തിയെന്ന് മറക്കരുത് എന്ന് ആവർത്തിച്ച് മോശ ജനത്തിന്, അതായത് വാഗ്ദത്ത നാടിൻ്റെ അതിർത്തിയിൽ എത്തി നിൽക്കുന്ന ഈ പുതിയ തലമുറയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതും നമ്മൾ കാണുന്നത്. ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കേണ്ടതുണ്ട്. സംഖ്യയിൽ നമ്മൾ വായിക്കുന്ന സംഭവങ്ങൾ കഴിഞ്ഞ് 40 വർഷങ്ങൾക്ക് ശേഷമാണ് മോശ നിയമാവർത്തന പുസ്തകത്തിൽ ഈ പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചെടുത്തുകൊണ്ട് അതിൽ നിന്നുള്ള പാഠങ്ങൾ പുതിയ തലമുറയ്ക്ക് പകർന്ന് നൽകുന്നത്. നല്ല കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണമെന്ന് സിഹ്യോൻ മാളികയിൽ വെച്ച് അങ്ങ് ശിഷ്യന്മാരോട് അരുളി ചെയ്തത്, ഉൽപ്പത്തി മുതൽ പുതിയ നിയമത്തിൻ്റെ കാലം വരെ, ക്രിസ്തുവിൻ്റെ കുരിശുമരണം വരെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന ഒരു കാര്യവും ഞങ്ങൾ മറക്കരുത്. രക്ഷയുടെ നിരന്തരമായ അനുസ്മരണം ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഓർമ്മകളിലും ഉണ്ടാവണം എന്ന അങ്ങയുടെ അനുശാസനമായിരുന്നു എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണമെന്നുള്ള പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസത്തെ അങ്ങയുടെ നിർദ്ദേശം. കർത്താവെ, അതൊരിക്കലും മറന്നു പോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെല്ലാം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് എപ്പോഴും ഓർമ്മിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ ഇടപെടലുകളെ മറക്കാതിരിക്കുമ്പോൾ തന്നെ ഒരുപാട് മനുഷ്യർ ഞങ്ങളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും ഒരുപക്ഷെ ഞങ്ങൾക്ക് പരിചയമില്ലാത്തവരുമൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നിസ്സാരപ്പെട്ട ഉപകാരങ്ങൾ പോലും മറന്നു പോകാൻ ഇടയാവരുത് എന്നും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടങ്ങാതെ നിങ്ങൾക്ക് ഈ വചനവായനയിൽ പങ്കെടുക്കാൻ കഴിയും. നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയേലച്ചൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഒരാളോടെങ്കിലും പങ്കുവെക്കുക. ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ഞാൻ നേരുന്നു. നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ ബൈ.